തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് ബ്രദർ വിൻസെന്റ് റാഫേൽ ട്രിച്ചൂർ. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ രാവിലെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21, 22 വാക്യങ്ങൾ വായിക്കുന്നു. പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പത്രോസിന്റെ ഈ ചിന്താഗതി അന്നത്തെ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ചിന്താഗതി പോലെ തന്നെയാണ്. സാധാരണ ഒരു മനുഷ്യൻ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യന്റെ ഒരു ചിന്താരീതിയിൽ തന്നെയാണ് പത്രോസിന്റെ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. കാരണം ക്ഷമിക്കുക, ക്ഷമ കൊടുക്കുക എന്നത് ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ നിയമസംഹിതയിൽപ്പെടുന്ന ഒരു കാര്യമാണ്. നിയമത്തിന് അളക്കുവാൻ പറ്റുന്ന ഒരു അളവ് വെച്ചാണ് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണമെന്ന് പത്രോസ് ചോദിക്കുന്നത്. സഹോദരൻ പിഴച്ചാൽ അവനോട് ക്ഷമിക്കേണ്ടത് 7 വട്ടം മതിയോ കർത്താവേ എന്ന് പത്രോസ് ചോദിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ എന്നാണ്. 18-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ കർത്താവ് തന്നെ പിൻപറ്റുന്നവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവരെ ചെറിയ കുഞ്ഞുങ്ങൾ എന്ന് വിളിക്കുന്നു. അതിന്റെ 10, 14 വാക്യങ്ങളിൽ ഈ ചെറിയ ഒരുത്തനിൽ എന്ന് പറയുന്നു. അതിന്റെ 12-ാം വാക്യത്തിൽ ആടുകളിൽ ഒന്ന് വിളിക്കുന്നു. 15-ാം വാക്യത്തിൽ സഹോദരൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ പത്രോസ് തീർച്ചയായും ചോദിക്കുന്നത് ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ചാണ്, സഹോദരന്മാരെ കുറിച്ചാണ്. സഹോദരനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? ക്ഷമിക്കുന്നതിന് ഒരു അതിർവരമ്പുണ്ടോ? ഒരു സഹോദരൻ തുടരെ തന്നോട് പിഴയ്ക്കുന്നുവെങ്കിൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? പത്രോസാണ് ഇവിടെ ഒരു പരിധി വയ്ക്കുന്നത്. 7 പ്രാവശ്യം മതിയോ കർത്താവ് എന്ന് പത്രോസ് ചോദിക്കുന്നു. കർത്താവ് അവനോട് പറയുന്നത് 7 വട്ടമല്ല, 70 വട്ടം ക്ഷമിക്കണമെന്നാണ്. കർത്താവിടെ ക്ഷമിപ്പാൻ പറയുന്നത് 7ഉം 7ന്റെ ഗുണിതങ്ങളുമല്ല. ഒരു ക്രിസ്തുവിശ്വാസി ക്ഷമയെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഖ്യയുടെ കണക്കല്ല, മറിച്ച് സഹോദരൻ പലവട്ടം പിഴച്ചാലും അവൻ ആദ്യമായി തന്നോട് തെറ്റ് ചെയ്തവനെ പോലെ ക്ഷമിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ തെറ്റുകളെ, പാപങ്ങളെ എത്രയോ വട്ടമാണ് കർത്താവ് ക്ഷമിച്ചു തന്നത്. ആദ്യമായി തെറ്റ് ചെയ്ത് ക്ഷമയ്ക്കായി ദൈവസന്നിധിയിൽ നിൽക്കുന്നത് പോലെയാണ് കർത്താവ് നമ്മോട് ക്ഷമിച്ചു തരുന്നത്. ക്ഷമ കിട്ടിയതിന്റെ അനുഭവം നാം ജീവിതത്തിൽ എത്രയോ വട്ടം രുചിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിൽ നാം നമ്മുടെ സഹോദരന്മാരോട് ക്ഷമിക്കാതിരിക്കുന്നതിന് ഒരു കാരണവുമില്ല. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 23, 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ കയീന്റെ വംശത്തിൽപ്പെട്ട ലാമേക്കിന്റെ പ്രതികാര ചിന്തയാണ്. കയീനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിനു വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യുമെന്ന് അവിടെ പറയുന്നു. തന്റെ സഹോദരനായ ഹാബേലിനെ കൊന്നുകളഞ്ഞ കയീൻ യഹോവയോട് പറയുന്നത്, എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാളോ വലിയതാകുന്നു. ഇതാ, നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ തന്റെ കുറ്റത്തെ, പാപത്തെ സമ്മതിക്കുന്ന കയീനോട് യഹോവ പറയുന്നത്, ആരെങ്കിലും കയീനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടുമെന്നാണ്. അതേ അർത്ഥത്തിലാണ് ലാമേക്ക് പറയുന്നത്. ലാമേക്കിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, കൊന്നാൽ അവനോട് 77 ഇരട്ടി പകരം ചെയ്യുമെന്നാണ്. പാപിയായ ഒരു മനുഷ്യന്റെ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകുന്നതിന്റെ ഒരു പരിധിയില്ലാത്തതിന്റെ ചിത്രമാണ് ലാമേക്ക് നൽകുന്നത്. തന്നോട് പ്രതികാരം ചെയ്യുന്നവനോട് പകരത്തിന് പകരം ചോദിക്കുന്ന ഒരു ലാമേക്കിനെയാണ്
ആണ് നാം ഇവിടെ കാണുന്നത്. ക്ഷമിപ്പാൻ കഴിയാത്ത മനുഷ്യന്റെ സ്വഭാവ രീതിയാണ് ലാമേക്കിൽ കാണപ്പെടുന്നത്. എന്നാൽ ദൈവത്തിന്റെ നീതിവ്യവസ്ഥ നമ്മുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക എന്നതാണ്. 70 വട്ടം ക്ഷമിക്കുക എന്നതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക എന്ന് കർത്താവ് പറയുന്നു. റോമാലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്നാണ്. നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിട്ട് എത്രയോ വട്ടം തെറ്റിപ്പോയിട്ടുണ്ട്. എന്നാൽ മാനസാന്തരത്തിനായ കർത്താവിന്റെ അടുക്കിലേക്ക് നാം ഓടി വരുമ്പോൾ നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു തരുന്നത് അവന്റെ കൃപ അത്യന്തമായി വർദ്ധിക്കുന്നു എന്ന ദൈവ സ്വഭാവം ദൈവത്തിൽ ഉള്ളതുകൊണ്ടാണ്. ക്ഷമ എന്ന ക്രിസ്തീയ സ്വഭാവം നമ്മിൽ ഉണ്ടെങ്കിൽ നാം നമ്മുടെ സഹോദരന്മാരോട് അവർ ചെയ്തു പോകുന്ന പിഴകളെ കുറിച്ച് മാനസാന്തരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ക്ഷമിക്കും. ഒന്നല്ല, അനേകം പ്രാവശ്യം നാം ക്ഷമിച്ചിരിക്കും. അത് കർത്താവിൽ നമുക്ക് ലഭിച്ച സ്വഭാവ വിശേഷതയാണ്. ക്ഷമ കൊടുക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.